രുചികരമായ മുട്ട റോസ്റ്റ് കാണാം. അതിനായി വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെള്ളുള്ളിയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് സവാള നീളത്തിലരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് ചേർത്ത് ചെറുതീയിൽ അടച്ചു വെച്ച് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടി കിട്ടിയാൽ അതിലേക്ക് 2 തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കാം. ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവയും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ചെറുതീയിൽ അടച്ചു വെച്ച് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റി എണ്ണ തെളിഞ്ഞു കിട്ടിയ അതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്ന മുട്ട തോട് കളഞ്ഞ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. വേണമെങ്കിൽ ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം. ഇളക്കി ചേർത്ത് 1-2 മിനിറ്റ് കൂടി ചെറുതീയിൽ അടച്ചു വെച്ചേക്കാം. എണ്ണ തെളിഞ്ഞു കിട്ടിയാൽ വാങ്ങാം. രുചികരമായ മുട്ട റോസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കാം.